എൻ്റെ 12ാമത്തെ പിറന്നാളിന് എൻ്റെ പേരിൽ അർച്ചനയും പായസമൊക്കെ കഴിപ്പിച്ചിട്ട് അന്നദാനത്തിനുള്ള രസീത് കഴിച്ച് അച്ഛൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് അപകടം ഉണ്ടായത്. എനിക്കറിയാലോട് അതൊക്കെ. അല്ല, അതിനുശേഷം ഞാനിങ്ങോട്ട് വന്നിട്ടില്ല. എന്നുവെച്ചാ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങോട്ട് വരുന്നതെന്നർത്ഥം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്നെനിക്ക് താങ്ങും തണലുമായി ഒരാളെ ദേവി തന്നു. അങ്ങനെയുള്ളപ്പോ ദേവിയോട് ഇനി പിണക്കം പാടില്ല. പക്ഷെ ഇപ്പോ ഒന്നും പറയണ്ട. നീ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ചിന്തകളൊക്കെ അവസാനം പൊളിയോടാ. അതിനുമുമ്പ് തന്നെ എനിക്ക് ദേവിയോട് മാപ്പ് പറയണം. അനന്തു, എന്നെ അമ്പലത്തിനകത്തൊന്ന് ഇരുത്താൻ പറ്റൂടാ? അതെന്തൊരു ചോദ്യോടാ. പഴയ കൊച്ചു പയ്യനൊന്നുമല്ല ഞാൻ. ഇപ്പൊ അസ്ഥിക്കൊക്കെ നല്ല ബലമാ. എന്നാലും നിന്നെ പൊക്കാനുള്ള ബലമൊക്കെ എന്റെ അസ്ഥികൾക്കുണ്ട്. വാ വാ. അനന്തു, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദേവിയുടെ മുന്നിൽ കൈവൂപ്പുന്നത്. എൻ്റെ അച്ഛനുമായിട്ടാണ് അവസാനമായിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരിക്കലും അങ്ങനെ വരേണ്ടി വന്നിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ വേർപാട് മറക്കാൻ ബിസിനസ്സും തിരക്കായിട്ട് നടന്ന എൻ്റെ ജീവിതത്തിലേക്ക് ദേവിയെ പോലൊരു പെൺകുട്ടി കടന്നു വന്നു. എൻ്റെ മഹാലക്ഷ്മി. അവളിപ്പോൾ തെറ്റുകാരിയാണെന്ന് എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ പറയുന്നു. പക്ഷെ എനിക്കറിയാം എൻ്റെ മഹാലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ അനന്തനും ലേഖയ്ക്കും വേണ്ടി ഞാൻ തെറ്റ് ചെയ്യുവാണെങ്കിൽ എന്നോട് പൊറുക്കണേ. മഹാലക്ഷ്മി പരിശുദ്ധയാ, ദേവിയെ പോലെ തന്നെ. അതെന്നെ സ്നേഹിക്കുന്നവർ തിരിച്ചറിയട്ടെ. അതിനുവേണ്ടിയാ ഞാൻ ഈ പരീക്ഷണത്തിന് കൂട്ടുനിൽക്കുന്നേ. എൻ്റെ മഹാലക്ഷ്മിക്കെന്നും ദീർഘായുസും സന്തോഷവും സമാധാനം കൊടുക്കണേ ദേവി മഹാമായേ. അറിയോ മോനെ എന്നെ? പിന്നെ അമ്മയുടെ മുഖം മറക്കാൻ പറ്റുമോ? മോന്റെ മുഖവും ഈ അമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല. കണ്ണ, ആരത്? എടാ, വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആക്സിഡന്റ് ഉണ്ടായ ദിവസം എനിക്കൊരമ്മ അയ്യപ്പ വിഗ്രഹം തന്നെന്ന് പറഞ്ഞിട്ടില്ലേ? ആ അമ്മയാ ഇത്. അന്നൊരു തൃക്കാർത്തികയായിരുന്നു. എല്ലാ വീടിന്റെ മുന്നിലും ദീപങ്ങൾ തെളിയുന്ന ആ രാത്രിയിലാണ് മോന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. അന്ന് എന്തെങ്കിലും അത്യാഹിതം നടക്കുമെന്ന്
എനിക്കറിയാമായിരുന്നു. എന്നുവെച്ചാൽ മോന്റെ ജാതകവശാൽ ചൊവ്വയിൽ നിന്നും രാഹുവിലേക്ക് പ്രവേശിക്കുന്ന സമയമാ. അതങ്ങനെ വരുമ്പോ കുജരാഹു സന്ധി, അതൊരു മരണസന്ധിയാ. അതായത് അന്ന് മോന് വരേണ്ട അപകടമാണ് മോന്റെ അച്ഛനുണ്ടായത്. അതിലും വലിയ അപകടമല്ലമ്മേ എനിക്കുണ്ടായത്. ഞാൻ അതിനുശേഷം ഈ വീൽ ചെയറിലായി. എന്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും മോന് ഞാൻ തന്ന അയ്യപ്പ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് മോനും അച്ഛനൊപ്പം പോവാതിരുന്നത്. അങ്ങനെ പോകുന്നതായിരുന്നു നല്ലതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴോ? ഇപ്പൊ അങ്ങനൊരു തോന്നലില്ലേ മോനെ? എന്ന് ചോദിച്ചാ ഇപ്പോഴെന്റെ ജീവിതത്തില് മഹാലക്ഷ്മി പോലൊരു പെൺകുട്ടി കടന്നു വന്നു.